ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെവിനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നെവിൻ പുറത്തായിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് പുതിയ വാർത്തകൾ വരുന്നത്. ഈ നെവിന്റെ പ്രൈമറി കോൺടാക്ട് ആയിട്ട് വെച്ചിരുന്നത് കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അഭിഷേക് ജയദേവാണ്. നെവിനും അഭിഷേക് ജയദേവും ഒക്കെ അത്യാവശ്യം നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ നെവിന്റെ ബിഗ് ബോസിലെ പ്രൈമറി കോൺടാക്ട് ഇദ്ദേഹമാണ്. അപ്പോൾ അഭിഷേക് ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോ ഞാനൊന്ന് വെക്കാം. അപ്പോ നെവിൻ തിരിച്ചു വരുമോ അതോ നെവിൻ എവിക്റ്റ് ആയോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. നെവിന്റെ ഒരു പ്രൈമറി കോൺടാക്ട് ബിഗ് ബോസിലെ എന്നുള്ള സ്ഥിതിക്ക് എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ ഏഷ്യാനെറ്റിൽ നിന്ന് ഒരു കോൾ വന്നിട്ടില്ല. നെവിൻ വരുവാണെന്നോ നെവിൻ എവിക്റ്റ് ആയെന്നോ വന്നിട്ടില്ല. അത് മാത്രമല്ല, നെവിൻ പുള്ളി ഇറങ്ങി പോയിട്ട് ഇത്രയും സമയമായി ഇതുവരെ ഒരു തരത്തിലുള്ള അപ്ഡേറ്റ്സ്, സാധാരണ ഫ്ലൈറ്റ് കയറുന്ന സമയത്തുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി നാട്ടിലിറങ്ങുമ്പോൾ ഉള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫോൺ കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റോ അങ്ങനെ ഒരു തരത്തിലുള്ള അപ്ഡേറ്റും ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല, നെവിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. വിച്ച് മീൻസ് നെവിന് ഫോണും കാര്യങ്ങളൊന്നും കൊടുത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. വീക്കെൻഡിനുള്ള ക്ലോത്ത്സ് ചോദിച്ചുകൊണ്ട് എനിക്ക് കോളും വന്നിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിന് ഇടാനുള്ള ഡ്രസ്സസ് കൊടുക്കണം, ഓണം സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും എവിക്റ്റ് ആയി പോയ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കോള് വരാൻ സാധ്യതയില്ല. പറഞ്ഞില്ലേ, ഇത് ബിഗ് ബോസ് നൈസായിട്ട് കളിച്ചതാണ്. നെവിനെ നൈസായിട്ട് പുറത്തു കൊണ്ടുവന്ന് ഒരു ബിഗ് ബോസ് തന്നെ ഒരു കോണ്ടന്റ് അങ്ങ് ഉണ്ടാക്കി, അടിപൊളി ഒരു കോണ്ടന്റ് ഉണ്ടാക്കി. ഇന്നത്തെ ഒറ്റ എപ്പിസോഡ് കാരണം ബിഗ് ബോസിന്റെ TRP കുത്തനെ കയറി കാണും. വിച്ച് മീൻസ് നെവിൻ എവിക്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നെവിൻ റീ എൻട്രി ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു ടൈമായി ഇതുവരെ ഫോണും കൊടുത്തിട്ടില്ല, ഡ്രസ്സ് ചോദിക്കുകയും ചെയ്തു. സോ എന്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ചിട്ട് നെവിൻ ഇസ് നോട്ട് എവിക്റ്റഡ്. നെവിൻ തിരിച്ചു വരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും നാളത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ വേറൊരു അൺഒഫീഷ്യൽ ആയിട്ട് അറിഞ്ഞത് നാളത്തെ എപ്പിസോഡിൽ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഭയങ്കര ടാസ്കോ എന്തൊക്കെയൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാം. അപ്പൊ എനിക്ക് അറിഞ്ഞപ്പോ ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ്. ഇത് ഒരു 90% കൺഫർമേഷൻ ആണ് തിരിച്ചു കയറുന്നത്. അല്ലെങ്കിൽ അവര് കോസ്റ്റ്യൂംസ് ചോദിച്ചിട്ട് നമ്മളെ വിളിക്കത്തില്ലല്ലോ. നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം. എനിവേ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നെവിൻ തിരിച്ചു കയറി കഴിഞ്ഞാൽ ഭയങ്കര മാസ് പരിവേഷമായിരിക്കും. കാര്യം ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ് അന്തസ്സായിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പൊ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അനുമോളെയും ആദിലെ ആൻഡ് നോറയും ആയിരിക്കും. പ്രത്യേകിച്ച് ആദിലെ ആൻഡ് നോറ, അവരാണല്ലോ ഇത്രയും പ്രൊവോക്ക് ചെയ്തിട്ട് നെവിനെ പറഞ്ഞു വിട്ടത്. നമ്മൾ ഈ സീസൺ എടുത്ത് നോക്കുവാണെങ്കിൽ ആദ്യത്തെ എപ്പിസോഡുകൾ അനീഷിന്റെ പേരിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് എപ്പിസോഡ് ഓടിക്കൊണ്ടിരിക്കുന്ന അനുമോളുടെ പേരിലാണ്. ഇനി അനുമോളെ വെട്ടിയിട്ടാണ് ആദിലെ നോറ ഇപ്പൊ കയറി വന്നിരിക്കുന്നത്. ഇനി നെവിൻ റീ എൻട്രി വരുവാണെങ്കിൽ അനുമോളെ അങ്ങോട്ട് സൈഡാക്കും. പിന്നെ ഇനി ആദിൽ ആൻഡ് നോറ ആയിരിക്കും ഒരുപ്പെട്ട എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഈ സീസണിന്റെ പ്രത്യേകത തന്നെയാണെന്ന് തോന്നുന്നു. ഓരോ വീക്കിലും ബിഗ് ബോസിലെ കോണ്ടന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓരോരോ കണ്ടസ്റ്റന്റ്സിനെ വെച്ചിട്ടാണ്. അല്ലാതെ ത്രൂ ഔട്ട് ഒരു കണ്ടസ്റ്റന്റ് മാത്രം കോണ്ടന്റ് തന്നു പോകുന്ന ഒരു അവസ്ഥ ഇവിടെ ഇല്ല. അപ്പൊ എല്ലാവരും ഇതുപോലെ വരട്ടെ, അതേ പറയാനുള്ളൂ. നെവിൻ വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഗെയിം ചേഞ്ച് ആവും എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ അവരത്ര പട്ടിശ കാണിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ്. നെവിനെ തിരിച്ചു കയറ്റുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അവനെ ആ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാം, നല്ല ഗെയിമറൊക്കെയാണ്, പുള്ളി ഫണ്ണും കാര്യങ്ങളൊക്കെയാണ്. അമ്മാതിരി പട്ടിഷ അവിടെ കടന്ന് കാണിച്ചില്ലേ, ഒരുമാതിരി ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കാണിച്ച വ്യക്തിയല്ലേ. അപ്പൊ പിന്നെ ഇവനെ കയറ്റുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ഇറക്കി അങ്ങ് വിടണമായിരുന്നു, അതായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ എന്താണെങ്കിലും നോക്കാം. ഇപ്പൊ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന വ്യക്തി ബിഗ് ബോസ് ആണ്. പുള്ളിയാണ് ഇവിടെ കോണ്ടന്റ് ഉണ്ടാക്കുന്നതും എവിടുന്ന് കളി തുടങ്ങണം എവിടുന്ന് കളി അവസാനിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പുള്ളിയാണ്. ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് നല്ല കണക്കൂട്ടലുകളുണ്ട്. ഈ രീതിയിൽ സാധനം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ TRP കയറും. ഡൗൺ ആയി കിടക്കുന്ന ഷോ ഭയങ്കരമായിട്ട് അപ്പാവും. ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വ്യൂവർഷിപ്പ് എത്രയോ ഇരട്ടിയായി കാണും. ആലോചിച്ച് നോക്ക്. അപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെ കളിക്കാൻ അറിയാം. കോണ്ടന്റ് അകത്തുള്ള ആളുകൾ ഉണ്ടാക്കിയില്ലെങ്കിലും അകത്തുള്ള ആളുകളെ വെച്ച് ബിഗ് ബോസിൽ ഉണ്ടാക്കാൻ അറിയാമെന്ന് നെവിൻ തിരിച്ചു കയറി കഴിഞ്ഞാൽ എഗെയിൻ ആൻഡ് എഗെയിൻ ബിഗ് ബോസ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയും 100% ഉറപ്പൊന്നും കിട്ടിയിട്ടൊന്നുമില്ല നെവിൻ അകത്ത് കയറുമോ ഇല്ലയോ എന്ന്. എന്താണെങ്കിലും നമുക്ക് എപ്പിസോഡ് വരുന്നത് വരെ കാത്തിരിക്കാം. പിന്നെ വേറൊരു അപ്ഡേറ്റ് ആണോ അതോ ഊക്കാണോ അതോ ട്രോളാണോ എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ ബാലയണ്ണൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നു എന്നാണ് കേൾക്കുന്നത്. ഇത് ആരെങ്കിലും ട്രോൾ ഉണ്ടാക്കി വിട്ടാണോ എന്ന് അറിയത്തില്ല. കാര്യം ബിഗ് ബോസിന്റെ കുറെ പേജുകൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ബാലയുടെ ഫോട്ടോ എടുത്തിട്ട് ന്യൂ വൈൽഡ് കാർഡ് എൻട്രി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു. അണ്ണനെ ഓക്കെയാവാനാണ് സാധ്യത. കാര്യം പുള്ളിയുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വെച്ചിട്ട് അതിന്റെ അകത്ത് പോയിട്ട് പുള്ളിക്ക് വലിയ പരിപാടികൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത്രയും വലിയ സർജറി ഒക്കെ ചെയ്ത വ്യക്തിയല്ലേ. ബാലയെക്കാണ് ഇതിന്റെ അകത്ത് പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന് പരിമിതികൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. നെവിൻ പുറത്തായില്ല എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. നമുക്ക് വരും മണിക്കൂറുകളിൽ അത് മനസ്സിലാവുന്നതായിരിക്കും. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നെവിൻ നാട്ടിൽ വന്ന് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞ് മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി നെവിൻ പുറത്തായെന്ന്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് എടുത്തു പറയുന്നതാണ്. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ ബൈ ബൈ.